അവസാനമായിട്ട് ഇടുക്കി ജില്ലയിൽ പഠിപ്പിച്ച സ്കൂളാണ്. ഇവിടുന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലക്ക് പോയി വന്നുകൊണ്ടിരുന്നത്. ചാലക്കുടിക്ക് ഡെയിലി ചാലക്കുടിന്ന് ചാലക്കുടിന്ന് രാവിലെ 6 മണിക്ക് പോരും, വൈകിട്ട് 7:30 ആകുമ്പോൾ വീട്ടിലെത്തും. 8 മണി 9 മണി സ്കൂളാണ് കേട്ടോ ഇത്. ആ സ്കൂളാണ് അവിടെ, അത് കാണില്ല. അത് ഇവിടെയാണ്. ഇത് താഴേക്ക് ഒരുപാട് ഇറങ്ങാനുണ്ട് കേട്ടോ, കൊറേ ഇറങ്ങാനുണ്ട്. അപ്പൊ താഴെ ഇറങ്ങി ചെല്ലുമ്പോ ഒരു ചെറിയ സ്കൂൾ, സുഖം. ഞങ്ങൾ അവിടെ എത്തി. ഇപ്പൊ എത്ര മണിക്ക് നമ്മൾ ഇറങ്ങിയേ? ഞങ്ങൾ 8:30-ക്ക് ഇറങ്ങിയതാണ്. നല്ല ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്കിൽ നിന്ന് ഇപ്പൊ ഇവിടെ 12 മണിയായി. ഇവിടെ എത്തിയിട്ടുള്ളൂ. 4 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട്. അടിച്ചു പൊളിക്കാണ് 4 ദിവസം. ശരി, ബൈ. ഇവിടെ ഇറങ്ങാന്നാണായിരുന്നു, പക്ഷെ അമ്മ ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ട്. ആ ബസ് സ്റ്റോപ്പിന്റെ ബാക്കിലാട്ടോ അമ്മയുടെ സ്കൂള്. ഉണ്ടോ, നല്ല വഴിയാ, ഒരു വളവാ. കേറ്റി നിർത്താം. അവരവിടെ പോയി നോക്കിയേ. എന്നാ അങ്ങോട്ട് ഇറങ്ങിയെന്ന് നോക്കിയാ മതി. അപ്പൊ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കണേ. വരുന്നുണ്ട്. കണ്ടാ? ഇല്ല, നിന്റെ എടുക്കണില്ല. എവിടെയോ നിർത്തി. നല്ല രസമുണ്ട് കേട്ടോ, കാട് തന്നെ വൈബ്. കാട് കൊള്ളാം. ഇടുക്കി ഡാമിന്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി. ഇപ്പഴല്ല, പണ്ട്. ഇല്ലല്ലോ. ണ്ടോന്നറിയില്ല. ഇതാണ് ഇടുക്കി ഡാം ബാക്ക്ഗ്രൗണ്ടില്. അത് മറ്റേ കുറുവമ്പലയും കുറുവത്തിമലയും. നല്ല രസം. ഇതാണ് മഹേഷിന്റെ പ്രതികാരം ഷൂട്ട് ചെയ്ത ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് നോക്കുമ്പോഴാണ് ഈ വ്യൂ. ഞാൻ പറയണത് കേൾക്കണുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല രസം. ഞങ്ങൾ തിരിച്ചു പോവാ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷെ ഫോട്ടോസൊന്നും ശരിയായില്ല. നല്ല കാര്യം. ഇവിടെ വെയിലാണെങ്കിലും നല്ല തണുപ്പ്. പോവാം. ഇനി വേണോ ഫോട്ടോ? പോവാം. ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ടാ. കാണിച്ചു തരാം. നല്ല രസമുണ്ട്. കാണിച്ചു തരാട്ടോ. അമ്മയുടെ കിടക്ക. ഞാൻ വീഡിയോ എടുക്കണ്ടിട്ടാ. TV ഉണ്ട്. പിന്നെന്താ, കുട്ടിയുണ്ട്, പിന്നെ തുണി സ്റ്റാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല വലിയ റൂം, 2 കുട്ടി, ഡൈനിങ് ടേബിൾ, സോഫ, ഇൻവെർട്ടർ, പിന്നെ നല്ല ടോയ്ലറ്റ് ആട്ടോ. നല്ല ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം നല്ല രസം. അയ്യോ, നല്ല പുറത്തിട്ടും കാണിച്ചിരും. പുറത്തധികം രസം. കണ്ടു കണ്ടോ? ഇവിടേക്ക് റൂമുകളുണ്ട്. താഴെ സ്റ്റെപ്പ്. കൊള്ളാം. ഈ വള്ളി പോലെ കിടക്കുന്ന പൂവും രസമുണ്ട്. നല്ല തണുപ്പാട്ട് ഇവിടെ, കാറ്റുണ്ട്. വീണ്ടും സ്റ്റെപ്പ്, താഴേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പ്. പക്ഷെ ഞങ്ങളുടെ റൂമുള്ള
for this time to begin. We ain't getting any older. I kinda feel a little younger. Going up, going out, going all the way. Going high, yeah, yeah, high, yeah, yeah. Going up, going out, going all the way. Going high. Going all the way, going up, going all the way, going up, going all the way, going high. അതാണ് ഗൈസ് രാമക്കൽമേട്. നടക്ക്. നല്ല കയറ്റം. ആൻ്റെ ഹായ് തന്നെ. ഹായ് താ നീ. ഇവിടെ നല്ല രസമുണ്ടെന്ന്. നമ്മതാ അമ്മ ഹായ് തന്നെ. നല്ല കാറ്റ്, നല്ല തണുപ്പ്. വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട്. നല്ല വലിയ കയറ്റമാണ്. അവിടെ കൂടെയാണ് ശരിക്കും കയറണ്ടേ, പക്ഷെ അത് കുത്തനെയുള്ള കയറ്റം ഞങ്ങൾ ഈ വഴി ചൂസ് ചെയ്തു. ഇത് പിന്നെ തീരെ കയറ്റമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, പണ്ട് നമ്മൾ വരുമ്പോ ഈ സാധനം ഉണ്ടായില്ല. കമ്പിവേലിയില്ലല്ലോ. ഈ പുല്ലേക്കൂടല്ലേ കയറിക്കൊണ്ടിരുന്നേ, പുല്ലേക്കൂടെ കയറിക്കൊണ്ടിരുന്നേ. പക്ഷെ ഇപ്പൊ അവിടെ കമ്പിവേലി, ആൾക്കാർ കൂടുതലാ. താഴെ കണ്ടോ, തമിഴ്നാടാണ് ഈ കാണുന്നത്. നല്ല കാറ്റ്, നല്ല കാറ്റ് കണ്ടോ, എന്ത് രസാ കാറ്റ്. അവിടെ കാണാൻ പറ്റണല്ലോ, അവിടെ തമിഴ്നാടാട്ടാ കാണുന്നത്. എന്ത് രസവാ ഇവിടെ കാണാൻ, എന്ത് രസവാ. അത് കണ്ടോ, ആ മലയുടെ മോള് കാണുന്നുണ്ടോ? ഈ മലയുടെ മോളിൽ കയറണം. അതിന് മുന്നേ നമ്മൾ ഈ മലയിൽ കയറും. അതിൻ്റെയൊക്കെ നാണാ. അത് കുറുവനും കുറുവത്തി. അത് വീഡിയോ അതാണ് കുറുവനും കുറുവത്തി. പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ അവിടെ വേലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോവായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ ഫുൾ ഇങ്ങനെ വേലിയിട്ട് തിരിച്ച് ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റില്ല. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല തണുപ്പുണ്ട്. വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റും നല്ലൊരു തണുപ്പാണ്. നല്ല രസം. ഇവിടെ നോക്കുമ്പോൾ തമിഴ്നാട് കാണാം. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ കാണിച്ചത് കണ്ട, ആ കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്. ഇപ്പൊ കോട കയറി കിടക്കുക. ഈ കാണുന്ന ഈ ബോർഡറാണ് കേരളം. കേരളം ഇടുക്കിയ ബോർഡർ ഇല്ലേ തമിഴ്നാട്, അതാണ് ഈ കാണുന്നത്. നല്ല രസല്ലേ. അതിന്റെ മുകളിലോട്ടൊക്കെ കുറെ ആൾക്കാർ കയറിപ്പോണ്ട് കേട്ടോ. ഇതൊക്കെ കേരളം. കോടയില്ല. ആ അവിടെയൊക്കെ കോടയുണ്ട്. ഇവിടെ കോട. ഇതെന്റെ ബെഡ്, ഇത് ഇവരുടെ ബെഡ്. കടലക്കറി നൂലപ്പൂ. എൻ്റെ ചായയോ? ചായ വേണ്ട. ഞങ്ങളിവിടെ എത്തി. ഇതാണ് അമ്മ പഠിപ്പിച്ച സ്കൂൾ. അമ്മ ആദ്യം പഠിപ്പിച്ച സ്കൂള്. അയ്യോ, നല്ല അടിപൊളി വഴിയായിരുന്നു. നിനക്കതെങ്കിലും പറയണ്ട എൻ്റെ വഴീനെ കുറിച്ച്?
പറയണ നീ. ആൻ്റെക്കൊന്നും പറയാനില്ല. ഇവിടെ നോക്കി അടിപൊളി സീനറി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ അവിടെ കാറ്റാടിപ്പാടം കാണുന്നുണ്ടോ? നല്ല രസം. ഞങ്ങൾ ഇവിടെ താമസിച്ചേ, പോകുന്ന വഴി ഞങ്ങൾ താമസിച്ച വീട് കാണിക്കാം. എന്ത് രസാ. ഈ സ്കൂളിന്റെ ബാക്ക് സൈഡില് മലയാ കണ്ടോ, സൂര്യൻ ഇല്ലെന്നല്ലേ പോടുന്നേ. 4 മല എന്നൊക്കെ പറയണ മല, 5 മല 4 മല അങ്ങനെ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പഠിക്കണ പിള്ളേർക്ക് എന്ത് രസമായിരിക്കും. പക്ഷെ വഴി ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ മോശമല്ല, ഭയങ്കര കയറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി കയറ്റം, ഓഫ് റോഡ് വഴി. അത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയെല്ലാം നല്ല രസമുണ്ട്. സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് LP സ്കൂൾ പുഷ്പകണ്ഠം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാറ്റാടി ആട്ടോ, നല്ല രസം. പക്ക ഗ്രാമപ്രദേശം. ഇത് മലയാളത്തിൽ എന്താണ് മുല്ലപ്പെരിയാർ ഡാം ക്യാപ്സിക്കം തന്നെയാണ്. തക്കാളി, റെഡ് ക്യാപ്സിക്കം. ക്യാമറ പിങ്ക് ആയിട്ടാണല്ലോ കാണുന്നത്. ചോളം, ഇതെന്താ മത്തങ്ങയാണോ? യെസ്, മത്തൻ. ഇത് കണ്ടോ, മുല്ലപ്പെരിയാർ ഡാം പണിതയാളാന്ന് തോന്നുന്നു. മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുന്തിരിമാല, മുന്തിരിമാല വായിച്ചു വയ്ക്കും.
ട്രക്കിംഗ് ആണ്. കോട്ടയം ബസ്. ഗൈസ് ഞങ്ങൾ കമ്പം പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഇവര് പോവാ, ഞങ്ങൾ മുന്തിരി എടുക്കാൻ നിൽക്കുക. ഇതാട്ടോ രാമക്കൽമേടിന് പോണ വഴി. ഇവിടെ നിന്ന് ഒരു 300 മീറ്റർ ഉള്ളു രാമക്കൽമേടിന്. ഇവിടെ ഞങ്ങൾ താമസിക്കണം. വിൻഡ് വാലി ഫാം സ്റ്റേ ഇവിടെ ആട്ടോ താമസിക്കണം. ഇവിടെ പാട്ടൊക്കെ കേൾക്കണ്ടല്ലോ. ഇവിടെ എന്താ അവരോട് DJ വെച്ചിട്ടുണ്ട്. ഇവിടെ DJ ആണ്. ഞങ്ങൾക്ക് DJ ഒന്നുമില്ല. ഞങ്ങൾക്ക് DJ ഒന്നുമില്ല. തുറക്ക് എന്താ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇത് നോക്ക് ഗേൾസ്, എന്ത് കോട ഒന്നും കാണുന്നില്ല ഫ്രണ്ടില്. ഇന്നലെ ഈ സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, എല്ലാം കാണായിരുന്നു, കോട ഉണ്ടായില്ല. പക്ഷെ ഇന്ന് നോക്ക് എന്ത് രസാ, ഫുൾ കോട, ഫുൾ കോട. അയ്യോ നല്ല രസം, നല്ല രസമുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ഇന്ന് ഞങ്ങള് ചക്കോട്ടേക്കും ഇന്ന് തിരിച്ചു പോകും. ഇതേ ഫ്രണ്ടിലോട്ട് റോഡൊന്നും കാണുന്നില്ല. ഇങ്ങോട്ട് കോട വീശി വരുന്നു, കാറ്റടിച്ച് ഇങ്ങോട്ട് വരുന്നു. എന്ത് സുഖ. ഹായ്, ഞാൻ രാവിലെ ഒറ്റയ്ക്ക് വാക്കിലിറങ്ങിയതാ. എന്ത് രസമാ. ഏലക്കാട് എക്സ്പ്ലോറിങ്. ഇവിടെ കൊളുക്കുമല കാണാം. കൊളുക്കുമല പോലെ എന്തോ കാണാം. ഞാൻ കൊളുക്കുമല ഒന്നും കാണുന്നില്ലല്ലോ. എന്തോ കൊളുക്കുമലയുടെ എന്തോ ഉണ്ടെന്നോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഫുൾ ഏലക്കാട. കാട്ട് വന്നിട്ടുണ്ടാവില്ല, ഫുൾ ഏലക്കാട്. വാ, ഏലക്ക കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഏലക്ക. ഹായ്. എൻ്റെ ഏലക്ക കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളെ ഏലക്കയുടെ ഇടയ്ക്കാ ജീവിച്ചല്ലേ അമ്മ. അമ്മ ഇത്രയൊക്കെ പോയപ്പോ എനിക്ക് വീഡിയോ കാട്ടു വന്ന് വരും. പാമ്പുണ്ടാവും ചിലപ്പോ. ഞങ്ങൾ നടന്നിട്ട് എങ്ങും എത്തണില്ല. കുറെ നേരം നടക്കാൻ വേണ്ടിയിട്ട് എനിക്കാണ് പേടിയാവള്. അയ്യോ, ഉള്ള ഏലക്കാട് മുള്ളുണ്ട കോടയാട്ടാ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കോടയില്ല, പുറത്താ കോട. അമ്മ ഇനി പോണ്ടമ്മ, പോണ്ടന്ന്. എനിക്ക് പേടിയാ. അവിടെ എന്താ എക്സ്പ്ലോറിങ്. ഇതാണ് കൊളുക്കുമല. പറ്റിച്ചു. ഞാനോട്ട് മിനിറ്റ് കാണിച്ചു കൊടുക്കട്ടെ. വാ, ഇത് കൊള്ളാം. നമുക്ക് വെറുതെ ഈ വഴി അങ്ങ് വരണം. ഞാനില്ല. കൊള്ളാം. ഇതാണ് ഏലയുടെ പൂ. ഏലക്കയുടെ ഏലപ്പൂ. ഇതൊന്ന് പറിച്ചെടുത്താലോ ഏലക്ക്.
കഷ്ടപ്പെടണം, വെറുതെ ഇരുന്ന് കിട്ടില്ലേ. ഉണങ്ങി കഴിയുന്ന പണ്ട് കെട്ടി കളഞ്ഞിട്ട് വീണ്ടും പറിച്ച് കിട്ടണം. ഇത് കുരുമുളകല്ലേ? ഇത് പണ്ട് ഞാനിപ്പോൾ ഈ കടപ്പപ്പം കടണ്ട് വെള്ളം കോരിക്കൊണ്ട് വരുമ്പം ഉപ്പുകൊണ്ടൊക്കെ എത്തുമ്പോൾ ഈ കടപ്പാണ് വെള്ളം ഒരുപാടും വെള്ളം ഇട്ട് നമുക്ക് വരുന്ന കടച്ച് കഴിച്ച് ഇത്രയും ദൂരം ഉണ്ടായോ? ഇതിലപ്പുറം അടിവാരത്തും ഇത് ഇച്ചിരി നിരപ്പല്ലേ മറ്റേത് കുത്തനെ ഇറങ്ങുക എന്നാലും അവസാനം വീട്ടായിട്ട് നടന്നിറങ്ങിയില്ലേ, അതിൻ്റെ ഒരു 4 ഇരട്ടിയും കൂടെ നടന്നിറങ്ങി പോകും. വിറക്, വെള്ളം, ടോയ്ലറ്റ് എല്ലാം ഏലക്കാടിന്റെ ഇടയിൽ. ഇങ്ങോട്ട് വഴി വഴി. ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ. അവിടെ മഞ്ഞുണ്ടായില്ല. ഡാഡി ഗിരിജ പോണു. നല്ല രസം. ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. നല്ല റൂമായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. എന്തായാലും റൂം മിസ് ചെയ്യും. പോട്ടെ. ഇതാട്ടോ ഞങ്ങൾ താമസിച്ച സ്ഥലം. ഇതാണ് രാമക്കൽമേടിലേക്ക് പോണ വഴി. അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റേ. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bold. ഇതാട്ടോ സലാമണിൻ്റെ വീട്. ആൻ്റെ ആദ്യമായിട്ടല്ല, അല്ല ആൻ്റെ രണ്ടാമത് പറഞ്ഞ. നീ ഇതിന് മുന്നേ വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ അവനൊന്ന് ചെറുതായിരുന്നു. കേട്ടോ സലാമണിൻ്റെ വീട്. ഞാൻ ഫുൾ ടൈം ഇവിടെയായിരുന്നു. കേട്ടോ സലാമണിൻ്റെ കട, പഴയ ടൈപ്പ് കട. എനിക്ക് പൊറോട്ടയും പാലെടുത്ത് തരാൻ വേണ്ടി സലാമണൻ പോയിട്ടുണ്ട്. അയ്യോ, ഡാട്ട സലാമണിൻ്റെ കട. ഞങ്ങൾ താമസിച്ച വീട് കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഈ കാണുന്ന വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അയ്യോ, വീടിൻ്റെ കോലം നോക്കി. ഞങ്ങളിവിടെ ആയിരുന്നപ്പോൾ ഒരു 3 വർഷം താമസിച്ച വീട്. അവിടെ ആ സാധനം ഇങ്ങനെ മുകളിലോട്ടൊക്കെ പൊക്കി വയ്ക്കാടെ. അവിടെ പോണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ അമ്മേനെ കൊണ്ട് വരാം. അത് ശരിക്കും ഈ വീട്ടിൽ ഞങ്ങൾ താമസിച്ചത്. ചാണകം മെഴുകിയ വീട്. ഇതൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു. നല്ല നല്ല വീടും നല്ല കുഞ്ഞു വീടും നല്ല രസം. ഇതൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സ്. റോഡ് കാണിച്ചു തരാം. ഇതായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്ന വഴി. അയ്യോ, ഇവിടെയൊക്കെ പുതിയ വീടുകൾ തന്നെയുണ്ട്. വീടാണോ പാറ്റാണോ എന്നിട്ടാണോ? വാ, നല്ല രസമുണ്ട്. ഉണ്ട് ഇവിടുത്തെ റോസാപ്പൂ. നല്ല രസമില്ല? വലിപ്പൊന്നുണ്ടോ? റോസാപ്പൂ ക്യാമറയിൽ അത്രയും കാണുന്നില്ല, പക്ഷെ നല്ല വലിപ്പമുണ്ട്.
touch the sky, feeling bolder. അല്ല കിണറല്ലടാ കുളമല്ലേ. പക്ഷെ അത് കണ്ട വെള്ളം ചാടി പറഞ്ഞ് നല്ലോണം ഗാർഡനിങ് ചെയ്യുന്നു. ഹൈഡ്രാഞ്ചി ആണോ ക്രൊസാൻഡ്രയാണത്? ഹൈഡ്രാഞ്ചി നല്ല രസമുണ്ട് കേട്ടോ. അവിടെ മീനുണ്ട് വലിയ അക്വേറിയം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ. അടുത്ത വീട്ടിൽ വന്നതാ, അമ്മയുടെ കൂടെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ വീട്ടിൽ. ഞങ്ങളിപ്പോൾ വാഗമണ്ണിൽ വന്നേക്കാം. മൊട്ടക്കുണ്ടിൽ ഭയങ്കര വെയിൽ. പക്ഷെ ഞാൻ മാത്രം ഇവിടെ കുടം ചൂടി നടക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും സുഖമായിട്ട് നടക്കുന്നു. പക്ഷെ എനിക്ക് കുടം ഒന്നും ഇവിടെ കാണാൻ. എനിക്കറിയില്ല. Going